ആസാദ് മെമ്മോറിയൽ UP സ്കൂൾ, കുമാരനെല്ലൂർ. സ്വതന്ത്ര ഭാരതത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദിൻ്റെ നാമധേയത്തിൽ 1964 സ്ഥാപിതമായ ഈ വിദ്യാലയം അതിൻ്റെ 61ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ 2024-25 അധ്യയന വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. 1964 ജൂൺ 1-ന് 2 അധ്യാപകരും 56 വിദ്യാർത്ഥികളുമായി സമാരംഭം കുറിച്ച ഈ വിദ്യാലയം ഇന്ന് 61 വർഷം പിന്നിടുമ്പോൾ 300 വിദ്യാർത്ഥികളും പ്രധാനാധ്യാപികയുമുൾപ്പെടെ 17 അധ്യാപകരും കൂടാതെ സ്പെഷ്യൽ ടീച്ചർ, IT ടീച്ചർ, BRC തലത്തിലുള്ള കായികാധ്യാപകർ, സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ, ഒരു നോൺ ടീച്ചറുമായി പ്രവർത്തനം തുടരുകയാണ്. മാധവൻ മാസ്റ്ററായിരുന്നു ആദ്യത്തെ പ്രധാനാധ്യാപകൻ. ശ്രീ BP മുഹമ്മദ് അലി ആദ്യ വിദ്യാർത്ഥിയും. മാധവൻ മാസ്റ്റർക്കു ശേഷം P മുഹമ്മദ് മാസ്റ്റർ, KV ജോസഫ് മാസ്റ്റർ, MJ എൽസമ്മ ടീച്ചർ എന്നിവർക്കു ശേഷം MP ഷൈന ടീച്ചറാണ് ഇപ്പോഴത്തെ പ്രധാനാധ്യാപിക. ശ്രീ BP കുഞ്ഞാലി ഹാജി, TP റുഖിയ, ദാറുസ്സലാഹ് ട്രസ്റ്റ് തുടങ്ങിയ മുൻ മാനേജ്മെന്റുകളുടെ കാലത്തു തുടങ്ങി കാരശ്ശേരി വനിതാ സഹകരണ സംഘത്തിന്റെ മാനേജ്മെന്റിൽ തുടരുന്ന നേതൃത്വം സ്കൂളിന്റെ സമഗ്രമായ പുരോഗതിയിൽ സജീവമായ ഇടപെടലുകളാണ് നടത്തിവന്നത്. കുട്ടികളുടെ വിവിധ കലാപരിപാടികളുടെയും രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് നൽകിയും വിപുലമായ രീതിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ മൂത്തേടത്ത് ശാന്താദേവി, PTA പ്രസിഡന്റ് പ്രകാശൻ കോരല്ലൂർ, മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. പ്രീ ടെസ്റ്റ് നടത്തി കുട്ടികളുടെ മുന്നറിവുകൾ പരിശോധിച്ചു. അക്കാദമിക് മാസ്റ്റർ പ്ലാനിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നൽകി. ഓണസദ്യയും പായസവും നൽകി ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. വടംവലി മത്സരമടക്കം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിവിധ ഓണക്കളികൾ നടത്തി. പൂക്കളമിട്ട് ഓണാഘോഷം അതിഗംഭീരമായി കൊണ്ടാടി. മാസത്തിൽ ഒരു പ്രാവശ്യം എക്സിക്യൂട്ടീവ് മീറ്റിംഗും ഇതുവരെ 4 തവണകളായി CPTA-യും ജനറൽ ബോഡിയും കൂടാൻ നമുക്ക് സാധിച്ചു. പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ മീറ്റിംഗിലുടനീളം ചർച്ച ചെയ്യുകയും തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. CPTA ജനറൽ ബോഡിയിൽ ശ്രീ ജുനൈസിൻ്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകി. PTA ജനറൽ ബോഡി ചേരുകയും ജനറൽ ബോഡിയിൽ വരവ് ചിലവ് കണക്കുകൾ, റിപ്പോർട്ട് എന്നിവ അവതരിപ്പിച്ചു. PTA പ്രസിഡന്റായി അബ്ദുൽ ഹാരിഫ് PV, വൈസ് പ്രസിഡന്റുമാരായി സുരേഷ് ബാബു കാരാട്ട്, ഷിഹാബ് P, ട്രഷറർ ഷെരീഫ് KT, MPTA ചെയർപേഴ്സൺ റൂബിയ തുടങ്ങി 23 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. സ്പെഷ്യൽ ഫുഡ് വിതരണം. മാസത്തിലൊരിക്കൽ ബിരിയാണിയും പായസവും അതിവിപുലമായ രീതിയിൽ കുട്ടികൾക്ക് നൽകി വരുന്നു. PTA പ്രസിഡന്റ് അബ്ദുൽ ആരിഫിന്റെ പ്രയത്നം ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടതാണ്. ഇതുമായി സഹകരിച്ച മാന്യവ്യക്തികളോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആസാദ് അനുസ്മരണ ക്വിസ് മത്സരം സബ് ജില്ലാ തലത്തിൽ സംഘടിപ്പിച്ചു. RP നാസർ മാസ്റ്റർ ക്വിസ് മാസ്റ്ററായി ക്വിസിന് നേതൃത്വം നൽകി. LP UP വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ GUPS മണാശ്ശേരി വിജയികളായി. ആസാദ് അനുസ്മരണ സമ്മേളനത്തിൽ P മുരളീധരൻ മാസ്റ്റർ ആസാദിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു. ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനമായി നൽകി. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്രമേള സ്കൂളിൽ സംഘടിപ്പിച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഫ്ലെയിം എന്ന പേരിലാണ് ശാസ്ത്രമേള അറിയപ്പെട്ടത്. മേളയിൽ 1, 2, 3 സ്ഥാനക്കാരെ തിരഞ്ഞെടുത്തു. ഗണിതശാസ്ത്രത്തിൽ നമ്പർ ചാർട്ട്, ജിയോമെട്രിക്കൽ ചാർട്ട്, ഗണിത കളികൾ, ഗണിത പസിൽ എന്നിവ ഉൾപ്പെട്ടിരുന്നു. ശാസ്ത്രവിഭാഗത്തിൽ എക്സ്പെരിമെൻ്റ്, സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, ക്വിസ് കോമ്പറ്റീഷൻ എന്നിവയും, സാമൂഹ്യശാസ്ത്രത്തിൽ വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, കോയിൻ കളക്ഷൻ, ആർക്കിയോളജി, സ്പീച്ച്, ക്വിസ് എന്നിവയും, പ്രവൃത്തി പഠനത്തിൽ നിന്നും കുടനിർമ്മാണം, പാവനിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, വെജിറ്റബിൾ പെയിൻറ്റിംഗ്, ബീഡ്സ് വർക്കിംഗ്,
പേപ്പർ ക്രാഫ്റ്റ് എന്നിവയും നടത്തി. ശാസ്ത്രമേളയിൽ കുട്ടികളെ റോസ്, ജാസ്മിൻ, ലില്ലി എന്നീ ഗ്രൂപ്പുകളായി തിരിച്ചു. അതിൽ ജാസ്മിൻ 93 പോയിന്റും റോസ് 77 പോയിന്റും ലില്ലി 34 പോയിന്റും നേടി. പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ജാസ്മിൻ ഗ്രൂപ്പിനെ വിജയിയായി പ്രഖ്യാപിച്ചു. സ്കൂൾ തല ശാസ്ത്രമേളയിൽ വിജയിച്ച കുട്ടികളെ സബ് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചു. കുട്ടികളിൽ ജനാധിപത്യബോധം വളർത്തുന്നതിനും വോട്ടിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ ലീഡർ, ആർട്സ് കൺവീനർ, സ്പോർട്സ് കൺവീനർ, 5th ഇയർ റെപ്രസെൻറ്റേറ്റീവ്, 6th ഇയർ റെപ്രസെൻറ്റേറ്റീവ്, 7th ഇയർ റെപ്രസെൻറ്റേറ്റീവ് എന്നീ പോസ്റ്റുകളിലേക്ക് ഇലക്ഷൻ നടത്തുകയും യഥാക്രമം ദിയ ഫാത്തിമ സി 7A, നിവേദ് കൃഷ്ണ 7A, അമാൻ KN 7D, റയാൻ മുഹമ്മദ് PV 5D, അസിൽ മുഹമ്മദ് P 6C, മുഹമ്മദ് റിഷാൻ 7D എന്നിവർ വിജയിക്കുകയും ചെയ്തു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സന്ദേശം അടങ്ങിയ പ്ലക്കാർഡുകൾ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചു. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് യുദ്ധക്കെടുതികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കൊളാഷ് മത്സരം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ക്ലാസ് തല ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. അതിലെ വിജയികളെ ഉൾപ്പെടുത്തി സ്കൂൾ തല ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. കൂടാതെ സ്വാതന്ത്ര്യ സമരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു. സയൻസ് ക്ലബ് രൂപീകരണോദ്ഘാടനം കുട്ടികളുടെ സാന്നിധ്യത്തിൽ ജൂൺ മാസത്തിൽ പ്രധാനാധ്യാപിക ഷൈന ടീച്ചർ നിർവഹിച്ചു. പരിസ്ഥിതി ദിനം, സമുദ്രദിനം, ലഹരി വിരുദ്ധ ദിനം, ചാന്ദ്രദിനം തുടങ്ങിയ ദിനാചരണങ്ങളുടെ ഭാഗമായി പ്രസംഗം, ഉപന്യാസം, റോക്കറ്റ് നിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം തുടങ്ങി വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് പ്രവർത്തനങ്ങൾ സ്കൂൾ അങ്കണത്തിൽ പരിശീലിപ്പിച്ചു. സെപ്റ്റംബറിൽ നടന്ന സ്കൂൾ തല ശാസ്ത്രമേള ഏറെ വർണ്ണാഭവും കുട്ടികളുടെ മികച്ച പങ്കാളിത്തത്തോടു കൂടിയുള്ളതുമായിരുന്നു. സ്കൂൾ തലത്തിൽ നിന്നും സെലക്ട് ചെയ്ത കുട്ടികൾ ഉപജില്ലാ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അസിൽ മുഹമ്മദ് സയൻസ് ക്വിസിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, എക്സ്പെരിമെൻ്റ് എന്നിവയിൽ യഥാക്രമം A ഗ്രേഡ്, A ഗ്രേഡ്, B ഗ്രേഡ് എന്നിങ്ങനെ കരസ്ഥമാക്കി. ISROയുടെ സ്പേസ് വീക്ക് പരിപാടികളിൽ നമ്മുടെ സ്കൂളും പങ്കെടുത്തു. കൊളാഷ് നിർമ്മാണം, മോഡൽ നിർമ്മാണം, ഉപന്യാസ മത്സരം, പ്രസംഗ മത്സരം തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളിൽ കുട്ടികൾ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്തു. സ്കൂളിനും മികച്ച സ്പേസ് വീക്ക് പ്രവർത്തനങ്ങൾക്ക് അംഗീകാര സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുണ്ടായി. വാനനിരീക്ഷണ ക്യാമ്പ് ഫെബ്രുവരി മാസത്തിൽ നടത്താനിരിക്കുന്നു. ഇംഗ്ലീഷ് ക്ലബ്ബ് വായനാ ദിനത്തോടനുബന്ധിച്ച് ബുക്ക് എക്സ്പോ നടത്തി. ഇംഗ്ലീഷ് പുസ്തകങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ബഷീർ ഡേ അദ്ദേഹത്തിൻ്റെ കൃതികൾ പരിചയപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ചു. ഇംഗ്ലീഷിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വായന മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഈച്ച് സ്റ്റുഡൻറ് ഈച്ച് ടീച്ചർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 2024-25 അധ്യയന വർഷത്തിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനം AV സുധാകരൻ മാസ്റ്റർ നിർവഹിച്ചു. വായനാ ദിനം, വായനാ വാരത്തിൽ സാഹിത്യ ക്വിസ്, വായനാ മത്സരം തുടങ്ങിയ പരിപാടികൾ കുട്ടികൾക്കു വേണ്ടി സംഘടിപ്പിച്ചു. ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം, പോസ്റ്റർ പ്രദർശനം, സുഭാഷിത പ്രദർശനം എന്നിവ സംഘടിപ്പിക്കുകയും സംസ്കൃത ദിന ബാഡ്ജ് എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്യുകയും ചെയ്തു. അധ്യാപക ദിനം, ഗുരുവന്ദനം, പുല്ലൂരാമ്പാറ UP സ്കൂളിൽ നിന്നും വിരമിച്ച മുതിർന്ന സംസ്കൃതാധ്യാപിക ടെസ്സി മാത്യു ടീച്ചറെ സ്കൂളിൽ വെച്ച് ആദരിക്കുകയും ടീച്ചർ സംസ്കൃത ദിന സന്ദേശം സരളമായി അവതരിപ്പിക്കുകയും ചെയ്തു. മുക്കം ഉപജില്ലാ കലാമേളയിൽ സംസ്കൃതോത്സവത്തിൽ എല്ലാ ഇനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജില്ലാതലത്തിൽ സംസ്കൃതം ഗാനാലാപനത്തിൽ 2ാം സ്ഥാനവും A ഗ്രേഡും 5ാം ക്ലാസ്സിലെ വൈകാസി
കരസ്ഥമാക്കിക്കൊണ്ട് സംസ്കൃത ക്ലബിനും സ്കൂളിനും മാതൃകയായി. വിവര സാങ്കേതിക വിദ്യ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് IT വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി IT ക്ലബിൻ്റെ നേതൃത്വത്തിൽ മാനേജ്മെൻറ്റിന് റിക്വസ്റ്റ് നൽകുകയും ആവശ്യം മനസ്സിലാക്കിയ മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ ലാബിലേക്ക് പുതുതായി 10 കമ്പ്യൂട്ടറുകൾ എത്തിക്കാനും സാധിച്ചു. PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്പ്യൂട്ടർ ലാബിലേക്ക് ടീച്ചറെ നിയമിക്കുകയും ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് മികച്ച ക്ലാസും നടത്തിവരുന്നു. ഇംഗ്ലീഷ് പഠനം എളുപ്പമാക്കുന്നതിനായി കേരള വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ eCube ലാംഗ്വേജ് ലേണിംഗ് ലാബ് കമ്പ്യൂട്ടർ സഹായത്തോടെയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠനം ആരംഭിക്കാൻ സാധിച്ചു. മുക്കം ഉപജില്ലയിലെ ആദ്യത്തെ ലാംഗ്വേജ് ലാബാണ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. ഉപജില്ലാ മത്സരങ്ങളിൽ ഡിജിറ്റൽ പെയിൻറിംഗ്, ക്വിസ് മത്സരങ്ങൾ എന്നിവയ്ക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. ഗണിത ക്ലബ്ബ് 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ തല മെട്രിക് മാത്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി ഗണിത പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടത്തിവരുന്നത്. 2024 ഒക്ടോബർ 18 നടന്ന മുക്കം ഉപജില്ലാതല ഗണിതശാസ്ത്രമേളയിൽ ഗണിത ക്വിസ് മത്സരം, ഗണിത ടാലന്റ് സെർച്ച് എക്സാം എന്നീ വിഭാഗങ്ങളിൽ സ്കൂളിലെ മുഹമ്മദ് ഫഹീം ഷാ ഉപജില്ലാതലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂളിൻ്റെ അഭിമാന താരമായി. കൂടാതെ ജിയോമെട്രിക്കൽ ചാർട്ട് ആയിഷ ഹദിയ, നമ്പർ ചാർട്ട് ഫഹീമ മറിയം, മാത്സ് ഗെയിം അഷ്മിൽ ഷാൻ, സ്റ്റിൽ മോഡൽ അക്ഷജ് പി, മാത്സ് പസിൽ മുഹമ്മദ് ഫഹീം ഷാ ഉപജില്ലാതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. നവംബർ 29 ഉപജില്ലാതലത്തിൽ നടന്ന ഭാസ്കരാചാര്യ സെമിനാർ പേപ്പർ പ്രസന്റേഷന് ഫഹീം ഷാ സ്കൂളിനു വേണ്ടി സെമിനാർ അവതരിപ്പിക്കുകയുണ്ടായി. ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തിൻ്റെ ഭാഗമായി ചിത്രരചനാ മത്സരം, അടിക്കുറിപ്പ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു. ഇതിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. അതോടൊപ്പം രക്ഷിതാക്കൾക്കുള്ള ക്വിസ് മത്സരവും സ്കൂളിൽ സംഘടിപ്പിച്ചു. സബ് ജില്ലാ തലത്തിൽ സംഘടിപ്പിച്ച സർഗോത്സവം ശില്പശാലയിൽ വിവിധ വിഷയങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. MT കൃതി വായനാ മത്സരത്തിലും കുട്ടികളെ സ്കൂളിൽ നിന്ന് പങ്കെടുപ്പിക്കാൻ സാധിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രസംഗ മത്സരം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ കീഴിൽ നടത്താനും വിജയികൾക്ക് സമ്മാനം നൽകാനും സാധിച്ചു. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബഷീർ കൃതികൾ അറബി ഭാഷയിൽ പരിചയപ്പെടുത്തി. ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ അറബി ടാലന്റ് ടെസ്റ്റിനു വേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കുകയും തുടർന്ന് മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ബലിപെരുന്നാൾ ദിനത്തിൽ അറബി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് അറബി ഭാഷയിൽ ആശംസാ കാർഡുകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു. 6ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാഴ്ചയില്ലാത്തവരുടെ അഗതി മന്ദിരത്തിലേക്ക് 45 കുട്ടികളെ കൊണ്ടുപോയി. കാഴ്ചയില്ലാത്തവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയെന്നും അവർ മനസ്സിലാക്കി. ഈ വർഷത്തെ സബ് ജില്ലാ കലാമേളയിൽ ഹിന്ദി പ്രസംഗം, ഹിന്ദി കഥാരചന എന്നിവയിൽ 7A പഠിക്കുന്ന അനാമിക ഫസ്റ്റ് A ഗ്രേഡ് വാങ്ങുകയും ജില്ലയിൽ B ഗ്രേഡ് നേടുകയും ചെയ്തു. 6A പഠിക്കുന്ന ഗായത്രി ഹിന്ദി കവിതാ പാരായണത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. കായികം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക ചെസ് ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ തല ചെസ് ടൂർണമെൻറ്റ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 വിദ്യാർത്ഥികളെ സബ് ജില്ലാ തലത്തിൽ മത്സരിപ്പിച്ചു. 2024-25 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ JC പ്രകാശനം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷൈന MP നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ JC സ്പോൺസറായ വഹാബ് ഡച്ച്, PTA പ്രസിഡന്റ് ബാബു മാസ്റ്റർ, സ്പോർട്സ് കൺവീനർ, മറ്റധ്യാപകർ എന്നിവർ പങ്കെടുത്തു. സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന ആസാദ് ഫുട്ബോൾ ലീഗ് സീസൺ 4 ഫെബ്രുവരി 5-ാം തീയതി സംഘടിപ്പിച്ചു. 5, 6, 7 ക്ലാസുകളിലായി
ലീഗ് അടിസ്ഥാനത്തിൽ നടത്തുന്ന മത്സരങ്ങളിൽ 5ാം ക്ലാസ്സിൽ നിന്നും 5 ഡി ക്ലാസും 6ാം ക്ലാസുകൾ തമ്മിലുള്ള മത്സരങ്ങളിൽ 6 സി ക്ലാസും 7ാം ക്ലാസുകളുടെ മത്സരത്തിൽ 7 ഡി ക്ലാസും വിജയികളായി. വിജയികൾക്കുള്ള ട്രോഫി വിതരണം ചെയ്തു. കബഡി, കൊക്കോ എന്നീ കായിക ഇനങ്ങൾക്ക് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ രൂപീകരിച്ച് സബ് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മത്സരങ്ങളിൽ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. നമ്മുടെ സ്കൂളിൽ നിന്നും 4 വിദ്യാർത്ഥികൾ സബ് ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഷിമ പി, ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അശ്വിൻ, സിയാൻ, അൻസിൽ എന്നിവർ മുക്കം ഉപജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ മത്സരത്തിൽ മുക്കം ഉപജില്ല ഗോൾഡ് മെഡലോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സബ് ജില്ലാ ഫുട്ബോൾ മത്സരത്തിലും കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2024-25 അധ്യയന വർഷത്തെ ആനുവൽ സ്പോർട്സ് മീറ്റ് 1/10/2024 കൽപ്പൂർ മിച്ചഭൂമി ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കായിക മേഖലയിലെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനായി മികച്ച രീതിയിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. സ്പോർട്സ് മീറ്റിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ സബ് ജില്ലാതല കായിക മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനും മികച്ച പ്രകടനം നടത്തുവാനും സഹായിച്ചു. സബ് ജില്ലാ കലാമേളയിൽ ഉറുദു ക്വിസ് മത്സരത്തിൽ 7Bയിൽ പഠിക്കുന്ന സഫ മറിയം 2ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കി. ഫെബ്രുവരിയിൽ നടക്കുന്ന ഉറുദു സ്കോളർഷിപ്പ് പരീക്ഷയിലും ഉറുദു സബ് ജില്ലാ ഫുട്ബോൾ മേളയിലും കുട്ടികളെ പങ്കെടുപ്പിക്കും. പഞ്ചായത്ത് തല പരിസ്ഥിതി പ്രോജക്റ്റ് 5C ക്ലാസ്സിലെ റെന മെഹറിൻ വളരെ നന്നായി അവതരിപ്പിച്ചു. ഹരിതഭവനം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ വീടുകളിൽ ഹരിതഭവനങ്ങൾ സ്ഥാപിച്ചു. പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തലത്തിൽ ചിത്രരചനാ മത്സരവും ക്വിസ് മത്സരവും നടന്നു. ജില്ലാതല ചിത്രരചനാ മത്സരത്തിലും ക്വിസ് മത്സരത്തിലും കുട്ടികളെ പങ്കെടുപ്പിച്ചു. അസിൻ മുഹമ്മദ് ജില്ലാ ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂളിൽ ഗൈഡ്സ് യൂണിറ്റ് തുടങ്ങുകയും പുതിയ കുട്ടികളെ യൂണിറ്റിലേക്ക് ചേർക്കുകയും ചെയ്തു. പ്രവേശ് പരീക്ഷയ്ക്കു വേണ്ടി കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച USS പരിശീലന പരിപാടി ശനിയാഴ്ചകളിലും ഈവനിംഗ് ക്ലാസുകളിലുമായി പുരോഗമിക്കുന്നു. ഹെഡ്മിസ്ട്രസ് ഷൈന ടീച്ചർ റിപ്പബ്ലിക് ദിനത്തിൽ പതാകയുയർത്തി. മാനേജ്മെന്റ് പ്രതിനിധി സംജിത് സാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികളെ സബ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹെൽപ്പിംഗ് ആൻഡ് ഗണിത പഠന പരിപോഷണ പരിപാടി കളിയിലുണ്ട് കാര്യം എന്ന പേരിലുള്ള പ്രോജക്റ്റ് സ്കൂൾ ഗണിത കൺവീനർ റബീബ ടീച്ചർ അവതരിപ്പിക്കുകയുണ്ടായി. കാരശ്ശേരി പഞ്ചായത്ത് തലത്തിൽ മികച്ച പ്രോജക്റ്റായി ഇത് തെരഞ്ഞെടുക്കുകയുണ്ടായി. സ്വാതന്ത്ര്യദിനത്തിൽ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഷൈന MP പതാക ഉയർത്തി. മാസ് ഡ്രില്ലിൻ്റെ അകമ്പടിയോടെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ശാന്താദേവി മൂത്തേടത്ത് മുഖ്യാതിഥിയായി. പൂർവ്വ വിദ്യാർത്ഥിയും സൈനികനുമായ മിഥിലാജ് P കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. വിദ്യാർത്ഥികളുടെ വളർച്ചയും ജീവിതചര്യയും മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ ഗൈഡ്സിൻ്റെ കൂടെ സ്കൗട്ട് യൂണിറ്റ് ആരംഭിക്കാനും സാധിച്ചു. നിലവിൽ 30 പേരടങ്ങുന്ന മികച്ച സ്കൗട്ട് യൂണിറ്റ് നമ്മുടെ സ്കൂളിലുണ്ട്. സബ് ജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ അഗർബത്തി നിർമ്മാണം, ബീഡ്സ് വർക്ക്, വെജിറ്റബിൾ പ്രിൻറ്റിംഗ്, കുട നിർമ്മാണം എന്നീ ഇനങ്ങളിലായി കുട്ടികളെ പങ്കെടുപ്പിച്ചു. അതിൽ അഗർബത്തി നിർമ്മാണത്തിൽ ഫഹ്മിയ ജന്ന 5B B ഗ്രേഡ്, കുട നിർമ്മാണം ആഗ്നേയ മനോജ് 5C A ഗ്രേഡ്, വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആഷ്ന ഫെമി 5C
എ ഗ്രേഡ്, ബീഡ്സ് വർക്ക് ഫാത്തിമ സഹ്റ 5D എ ഗ്രേഡ് എന്നിവ കരസ്ഥമാക്കി. വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ജിലേബി 2024 സ്കൂൾ കലാമേള ഒക്ടോബർ 7-ാം തീയതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായി നടക്കുകയുണ്ടായി. റോസ്, ലില്ലി, ജാസ്മിൻ എന്നീ 3 ഗ്രൂപ്പുകൾ തമ്മിൽ നടത്തിയ മത്സരങ്ങളിൽ ലില്ലി ഗ്രൂപ്പ് 1-ാം സ്ഥാനവും ജാസ്മിൻ ഗ്രൂപ്പ് 2-ാം സ്ഥാനവും റോസ് ഗ്രൂപ്പ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. നവംബർ 2, 5, 6, 7 തീയതികളിൽ നടന്ന മെലോഡിയ മുക്കം ഉപജില്ലാതല സ്കൂൾ കലാമേളയിൽ UP ജനറൽ വിഭാഗത്തിലും സംസ്കൃതോത്സവത്തിലും അറബി സാഹിത്യോത്സവത്തിലും പരമാവധി കുട്ടികളെ സ്കൂളിൽ നിന്നും പങ്കെടുപ്പിക്കുകയുണ്ടായി. UP ജനറൽ വിഭാഗത്തിൽ ഓവറോൾ 2-ാം സ്ഥാനം കരസ്ഥമാക്കി കപ്പിൽ മുത്തമിടാൻ കഴിഞ്ഞത് നാളിതുവരെയുള്ള ആസാദിൻ്റെ ചരിത്രത്തിന് പൊൻതൂവലായി. ഉപജില്ലാതല ഹിന്ദി പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത അനാമിക കെ, സംസ്കൃതോത്സവം ഗാനാലാപനത്തിന് മത്സരിച്ച വൈകാസി, ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിൽ പങ്കെടുത്ത മുഹമ്മദ് അൻസിൽ, അസിൻ മുഹമ്മദ്, അഷ്മിൽ ഷാൻ, ഫിസാൻ മുഹമ്മദ്, റഷ, റെന മെഹ്റിൻ, ഫാത്തിമ മിസ്ന എന്നീ വിദ്യാർത്ഥികൾ ഉപജില്ലയിൽ നിന്നും 1-ാം സ്ഥാനം നേടി ജില്ലാ തലത്തിലേക്ക് മത്സരിക്കാൻ അർഹരായി. നവംബർ 22-ാം തീയതി കോഴിക്കോട് വെച്ച് നടന്ന ജില്ലാതല കലോത്സവ പരിപാടിയിൽ മുക്കം ഉപജില്ലയ്ക്ക് ആസാദിൻ്റെ കരുത്തുറ്റ പ്രതിഭകളെല്ലാം അണിനിരന്നു. ജില്ലാമേളയിൽ സംസ്കൃത ഗാനാലാപനത്തിൽ വൈഗ 2-ാം സ്ഥാനം നേടിയത് ഏറെ അഭിമാനാർഹമായി. ഇംഗ്ലീഷ് സ്കിറ്റിന് എ ഗ്രേഡും ഹിന്ദി പ്രസംഗത്തിൽ ബി ഗ്രേഡും ജില്ലാതലത്തിൽ കുട്ടികൾക്ക് നേടാൻ സാധിച്ചു. ഉൾച്ചേർന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി വിവിധതരം പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടന്നുവരുന്നു. ഓണം, ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കിടപ്പിലായ കുട്ടികളുടെ വീടുകളിൽ ചങ്ങാതിക്കൂട്ടം സന്ദർശിക്കുകയും ഓണക്കോടി, ഓണക്കിറ്റ്, ഓണസദ്യ എന്നിവ നൽകുകയും പൂക്കളം, കലാപരിപാടികൾ എന്നിവ ഒരുക്കി അവർക്ക് നല്ല ഒരു ദിവസം സമ്മാനിക്കുകയും ചെയ്തു. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് പോസ്റ്റർ, പേന സ്പെഷ്യൽ അസംബ്ലി നടത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കാൻ കഴിയുമെന്നും അതോടൊപ്പം ഈ വിദ്യാലയം നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്ന കഴിവുറ്റ സ്ഥാപനമായി നിലനിർത്താൻ കഴിയുമെന്നും ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആസാദ് മെമ്മോറിയൽ സ്കൂളിൻ്റെ ഒരു സമ്പൂർണ്ണ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയും നടക്കാനുണ്ട് ഏറെ ദൂരം. ഞങ്ങളുടെ കുതിപ്പിലും കിതപ്പിലും ഞങ്ങളോടൊപ്പം നിന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹത്തിനും സഹകരണത്തിനും ആത്മാർത്ഥമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും എന്ന വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.